മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കനാലിൽ ഒഴുക്കിൽപ്പെട്ട് വിദ്യാർത്ഥിയെ കാണാതായി. കുമളി മന്നാക്കുടി സ്വദേശി അർജുനെയാണ് കാണാതായത്. രാഹുൽ വിജയൻ വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. രാഹുൽ, ഇപ്പോൾ കാണാതായിട്ട് എത്ര സമയമാകുന്നുണ്ട്? ആ കനാലിൽ പോയി എങ്ങോട്ടേക്കാണ് ആ കനാലിൽ പോകുന്നത്? അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ എങ്ങനെയാണ് രാഹുൽ? ഹാഷ്മി, ഇന്നലെ വൈകിട്ടാണ് ഈ അർജുനെ കാണാതാകുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയതാണ് ഈ കനാലിൽ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇന്നലെ വൈകിട്ട് ഈ അർജുനെ കാണാതായിട്ടും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ബന്ധുക്കളോടോ അല്ലെങ്കിൽ പോലീസിനോടോ ഒന്നും ഈ അർജുനെ കാണാതായ വിവരം പറഞ്ഞിരുന്നില്ല. തുടർന്ന് ഇന്ന് രാവിലെ വരെ ഈ അർജുനെ കാണാതായതോടുകൂടി ബന്ധുക്കൾ ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഈ വെള്ളത്തിൽ അകപ്പെട്ടു പോയി, കനാലിൽ അകപ്പെട്ടു പോയി എന്നുള്ള വിവരം സുഹൃത്തുക്കൾ പറയുന്നത്. അതേ തുടർന്നാണ് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഈ കനാലിൽ തെരച്ചിൽ നടത്തുന്നത്. തമിഴ്നാട്ടിലേക്ക് ഇപ്പോൾ വെള്ളം കൊണ്ടുപോകുന്നുണ്ട് മുല്ലപ്പെരിയാറിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുകയാണ്. കനാലിന്റെ ഈ സ്പിൽവേയുടെ വെള്ളം കൊണ്ടുപോകുന്ന കനാലിന്റെ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒഴുക്കായിരുന്നു. ഈ അർജുൻ എവിടെയാണ് ഉണ്ടാവുക അല്ലെങ്കിൽ എവിടെയാണ് കുടുങ്ങിക്കിടക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷട്ടറുകൾ അടച്ച് വെള്ളം നിയന്ത്രിച്ചതിന് ശേഷമുള്ള പരിശോധനയാണ് നിലവിൽ ഇപ്പോൾ അവിടെ നടക്കുകയും ചെയ്യുന്നത്. കുമളിയിൽ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കനാലിൽപ്പെട്ടാണ് കുട്ടിയെ കാണാതായത്. എത്രയും പെട്ടെന്ന് കുട്ടിയെ കണ്ടെത്താൻ കഴിയട്ടെ, കുട്ടിയെ ജീവനോടെ കണ്ടെത്താൻ കഴിയട്ടെ.